ഞാൻ തൊലഹത്ത് റോയൽ കസ്റ്റമോട്ടീസ് ട്രാവലർ. ഇന്നത്തെ കംപ്ലയിൻസ് എന്ന് പറഞ്ഞ ഒരു മെറ്റീരിയലാണ്. അതായത് വണ്ടി ഫ്യൂൽ പമ്പ് വർക്ക് ചെയ്യുന്നില്ല, ഇഗ്നിഷൻ ഓൺ ആണ്. ഒന്നുകൂടെ ഒന്ന് കാണിച്ചത്. നോക്കട്ടോ, ഈ ഭാഗത്ത് എം ഐ ലൈറ്റ് ഓൺ ആവുന്നില്ല. പില്ലർ സ്വിച്ച് ഓൺ ആക്കിയാൽ തന്നെ എം ഐ ലൈറ്റ് ഓൺ ആവുന്നില്ല. കണ്ടില്ലേ? അപ്പൊ ഇത് എങ്ങനെ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാന്നുള്ളതാണ്. കുറച്ച് ക്ഷമ വേണ്ട വർക്കാണ് കേട്ടോ. നമ്മൾ ഹെഡ്ലൈറ്റ് അയച്ചു. ഹെഡ്ലൈറ്റ് അയച്ചിട്ടുണ്ട്. ഇവിടെ നോക്കട്ടെ, ഇവിടെ ഒരു സ്ക്രൂ ടൈപ്പ് ഇത് വരുന്നുണ്ട്. ഇതിങ്ങനെ മുകളിലേക്ക് വിടത്തിയാൽ തന്നെ ഇത് വരുള്ളൂ, പുറത്തേക്ക് വരുള്ളൂ. ഈ ക്ലിപ്പ് നോക്കുക, കാറിനൊക്കെ സിസ്റ്റമാണ്, ബൈക്കിലൊക്കെ കണ്ടുവരുന്നുണ്ടോ? അതുണ്ടോ? ഇങ്ങനെ വലിച്ചെടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അൺസ്ക്രൂ ചെയ്താൽ ചിലപ്പോൾ വരുള്ളൂ, അതല്ലെങ്കിൽ നമ്മളിങ്ങനെ പുറത്തേക്ക് വലിച്ചെടുക്കണം കേട്ടോ. ഒരു സാധനം പുറത്തേക്ക് ഇങ്ങനെ സ്ക്രൂ ഇട്ടിട്ട് ചെറിയ വലിച്ചെടുത്താൽ, അല്ല അൺസ്ക്രൂ ചെയ്താൽ ചിലപ്പോൾ വരാൻ സാധ്യത കുറവാണ്. എന്നാലും ഇത് വെളിയിലേക്ക് വലിച്ചെടുക്കണം. ഇതാണ് വയറിംഗ് ഹാർനസ് വരുന്നത്. അപ്പൊ ഈ സ്വിച്ചിൻ്റെ രണ്ട് റെഡ് വൈറ്റ്, ഇത് സിഗ്നൽസിന്റെ ആണ് ഈ കണക്ഷൻ വരുന്നത്. ഇതാണ് ശരിക്ക് കില്ലർ സ്വിച്ച് വരുന്നത് കേട്ടോ. അപ്പൊ ഈ കില്ലർ സ്വിച്ചിന്റെ ഒഴിവാക്കി നമുക്ക് ഇതിൽ ബ്രൗൺ കളറിലേക്ക് കറണ്ട് വരുന്നുണ്ടോ നോക്കുക. ഈ ബ്രൗണിലേക്ക് കറണ്ട് വരുന്നോ നോക്കേണ്ടത്. ഈ കാണുന്ന ബ്രൗൺ കളറിലേക്ക് നമ്മൾ പവർ സപ്ലൈ വരണം. പവർ സപ്ലൈ ഉണ്ടോ നോക്കുക. സോറി കേട്ടോ, അതിൽ ബാറ്ററി ഡൗൺ ആണ്. ഓക്കെ, എന്നാലും നോക്കാം. ഇതിൽ പവർ സപ്ലൈ ബാറ്ററി ഡൗൺ ആണ് പക്ഷേ. പെട്ടെന്ന് ഈസി ആയിട്ട് എങ്ങനെ നമുക്കിത് ഇതിൽ പവർ വരുന്നില്ല. ഇതിൽ പവർ വരാത്താണ് ഇതിന്റെ വിഷയം. പവർ പോയാലേ പവർ ഔട്ട് വരുള്ളൂ. നോക്കാം. ഇങ്ങോട്ട് വരാം. ഞാനൊരു വയറിങ് ഓപ്പൺ ചെയ്യാണ്. വെളിച്ചം കുറവാണ്, നല്ല മഴയാണ് വെളിയില്, അതുകൊണ്ട് ലൈറ്റ് കുറച്ച് കുറവുണ്ടാവും. നമുക്ക് ആദ്യം തന്നെ ഇവിടെ കറണ്ട് വരുന്നുണ്ടോ നോക്കാം. മെറ്റീരിയലൊക്കെ നമ്മൾ ശരിക്കും ഈ വണ്ടികൾ ECM വരുന്ന വണ്ടികളിലൊക്കെ വയറിങ്ങിന്റെ കാര്യം നല്ലോണം ശ്രദ്ധിക്കണം. ഷോർട്ട് ആവും നല്ലോണം നോക്കണം കേട്ടോ. ഷോർട്ട് ആൻഡ്
ഒരു ഷോർട്ട് ഡിറ്റക്ടർ ടൂൾ ഉണ്ട്, അത് അടുത്ത പ്രാവശ്യം കാണിച്ചു തരാം. അത് പെട്ടെന്ന് എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്തെന്നുള്ളത്. ഇതുവരെ പവർ ഉണ്ട്. അപ്പോൾ ബ്രൗൺ കളർ ആണ് ഇതിന് വരുന്ന ഈ 12 വോൾട്ട് വരുന്നത്. ഇതുവരെ പവർ വരുന്നുണ്ട്, ഇവിടുന്ന് അങ്ങോട്ടില്ല. നോക്കാം, ഇവിടെ കട്ടാണ്. നെക്സ്റ്റ് ഇവിടെ വീഡിയോ ലെങ്തി ആക്കുന്നില്ല, കാണിച്ചു തരാം. ഇവിടെ അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഫോൾഡ് ചെയ്തൊക്കെ അറിയാൻ പറ്റും കട്ടാണോ എന്നുള്ളത്. ഇവിടെയാണ് കട്ട് വരുന്നത്. ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്ത് നോക്കട്ടോ, എവിടെയാണ് ഞാനിവിടെ ഈ കട്ടായ ഭാഗം ജസ്റ്റ് ഇവിടെ ജോയിൻ ചെയ്ത് ടെസ്റ്റ് ചെയ്യാണ് കേട്ടോ, വേറെ ഇവിടെ ഉണ്ടോ നോക്കണല്ലോ. പിന്നെ ജോയിന്റ് ചെയ്തിടരുത്, സോൾഡർ ചെയ്തിട്ടാണ് നോക്കുക കേട്ടോ. ഇതൊന്ന് പ്ലഗ് ഇൻ ചെയ്യാം. ഓക്കെ, ഇത് പൊട്ടിപ്പോയി, ജോയിന്റ് ശരിയായി. മിനിറ്റ്, ഇവിടെ ബൈപ്പാസ് ചെയ്ത് നമ്മൾ വെറുതെ എന്തെങ്കിലും കാണിച്ചവിടെ ചിപ്പ് ചെയ്തിട്ട് ജോയിൻ ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ കസ്റ്റമർ പിന്നെ ബുദ്ധിമുട്ടും. എവിടെയെങ്കിലും ലൂസ് കോണ്ടാക്ട് വരുമ്പോൾ വണ്ടി പിന്നെ സ്റ്റാർട്ടാകാതെ അവിടേക്ക് ലോങ് ട്രിപ്പൊക്കെ പോയിട്ടാണ് ബുദ്ധിമുട്ടാവുന്നെങ്കിൽ ചിലപ്പം നമ്മൾ ഇവരെത്തിപ്പെടുന്ന സ്ഥലങ്ങൾ ചിലപ്പോൾ മെക്കാനിക്കുകൾ എത്ര ഏബിൾ ആയിരിക്കില്ല അത് ഐഡന്റിഫൈ ചെയ്യാൻ. അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിക്കുക, ചെയ്യുന്ന കാര്യങ്ങൾ പിന്നെ പ്രോപ്പറായിട്ട് സോൾഡർ ചെയ്തിടാൻ നോക്കുക. അങ്ങനെ ഇവിടെ കൊണ്ട് ബൈപ്പാസ് ടെസ്റ്റ് ഞങ്ങളെ കാണിച്ചു തരാട്ടെ. വർക്ക് എടുത്ത് കഴിയുമ്പോൾ കുറച്ച് സമയം എടുക്കും. എത്രയും നേരം വീഡിയോ കണ്ട് നിങ്ങൾ മുഷിയണ്ടല്ലോ.
ഇതിലേക്ക് പവർ വരുന്നുണ്ടോ നോട്ടെ.